കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകൾക്ക് നേരെയുള്ള ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ പ്രകാരം സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ പോലും പിടിച്ചെടുക്കുന്നത് പതിവാകുന്നു. ശേഷം വാസ്തവവിരുദ്ധ വാർത്തകളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകുന്നതെന്നും ഇവർ ആരോപിച്ചു. ഒരു ലാബ് ടെസ്റ്റ് പോലും നടത്താതെയാണ് ഭക്ഷണം പഴകിയതെന്ന് ഇവർ ഉറപ്പിക്കുന്നത്. അതേസമയം തട്ടുകടകളിൽ പരിശോധനകൾ നടക്കുന്നില്ലെന്നും പ്രശ്നത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ പ്രകാരം സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കളാണ് പഴകിയതെന്നാരോപിച്ച് കണ്ണൂർ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 10-ന് കണ്ണൂർ നഗരത്തിലെ 2 പ്രമുഖ ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുക്കുകയും പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ശീതീകരണ ഉപകരണങ്ങളിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാനുള്ള അധികാരം ഹോട്ടലുകൾക്കുണ്ടെന്നിരിക്കെ ഇങ്ങനെ സൂക്ഷിച്ച ഭക്ഷണപദാർത്ഥങ്ങളാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ മഹസർ പോലും തയ്യാറാക്കാതെ ഒരു ലാബ് ടെസ്റ്റ് പോലും നടത്താതെ ഭക്ഷ്യയോഗ്യമല്ലെന്ന് ധൃതിപ്പെട്ട് എഴുതി നടപ്പിലാക്കിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു ഉദ്യോഗസ്ഥന് ഒരു സ്ഥാപനത്തിൽ കയറി ഒരു ഭക്ഷണ പദാർത്ഥം പഴകിയതാണെന്ന് മനസ്സിലായാൽ, അല്ലെ പ്രഥമ ദൃഷ്ടിയാൽ അവർക്കത് മനസ്സിലായാൽ, അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഗവൺമെൻറ് പറയുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ 1-2 പ്രൊസീജിയേഴ്സ് ഇവർക്ക് ആ ഭക്ഷണം എടുത്തിട്ട് നിയമപ്രകാരമാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ സാന്നിധ്യത്തിൽ അത് പരിശോധിക്കുകയും അതിൻ്റെ ലാബ് ടെസ്റ്റ് നടത്തി ആ സാമ്പിൾ എടുക്കുന്നതിൻ്റെ 3 ഭാഗമായി തിരിച്ച് അതിലൊരു ഭാഗം ഈ ഫോറൻസിക് ലാബിന് അയക്കുകയും മറ്റൊന്ന് ഈ ഓഫീസുകൾ സൂക്ഷിക്കേണ്ടതും, അതുപോലെ തന്നെ മറ്റൊരു സാമ്പിൾ ഞങ്ങളുടെ കൈവശം തരണം. അത് ഞങ്ങൾക്ക് ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ കൈവശം വെച്ച് അതിൻ്റെ റിപ്പോർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയുള്ള ഒരു രാജ്യത്ത്, നിയമത്തിന് ഇത്രയധികം സാധ്യതകൾ കൊടുക്കുന്ന ഒരു രാജ്യത്ത്, നിയമാനുസൃതമല്ലാതെയും അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഔദ്യോഗിക വൃത്തിൻ്റെ ഭാഗമല്ലാത്തതും ആയ ഇടത്തിലേക്ക് കയറി ആ സ്ഥാപനത്തിൽ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾക്ക് പറയാനത്രയേ ഉള്ളൂ. ഞങ്ങൾ നിയമത്തിനെതിരല്ല. ഈ നാട്ടിലെ എല്ലാവിധ നിയമവും ഞങ്ങൾ പരിപാലിച്ചുകൊണ്ടാണ്, വളരെ സത്യസന്ധമായി പരിപാലിച്ചുകൊണ്ടാണ് പോകുന്നത്. പഴകിയ സാധനം എന്ന് പിടിച്ചെടുക്കുക, ഇന്നലെ 2 സ്ഥാപനത്തിൽ നിന്ന് പഴകിയതെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തൊക്കെ ചില്ലറിൽ വെച്ച് സൂക്ഷിച്ച സാധനങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാകും. ആ ഫോട്ടോ പാത്രത്തിന് ഒരു കല പോലും ഇല്ല. പാത്രത്തിൻ്റെ മേളത്തെ ഭാഗത്ത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ അതിൻ്റെ മുകളിൽ പല കലകളും കാണാം. ഇതൊക്കെ അത്രയും വൃത്തിയും അത്രയും ഇതായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളെ മനഃപൂർവ്വം നശിപ്പിക്കുക, അല്ലെങ്കിൽ ബോധപൂർവ്വം സമൂഹത്തിൽ താറടിച്ച് കാണിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത്. പിടിച്ചെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പഴകിയതാണെന്ന് മനസ്സിലായാൽ അതിന്റെ സാമ്പിൾ ശേഖരിച്ച് 3 ഭാഗമായി തരംതിരിച്ച് ഒന്ന് ലാബ് ടെസ്റ്റിലേക്കും മറ്റൊന്ന് അധികാരപരിധി ഓഫീസിലേക്കും മൂന്നാമത്തേത് തങ്ങളെയും ഏൽപ്പിക്കണം. അത് പരിശോധിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇതൊന്നും സ്വീകരിക്കാതെയാണ് തങ്ങൾക്കില്ലാത്ത അധികാരം വെച്ച് മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുകയും സ്ഥാപനങ്ങളെ അവഹേളിക്കുകയും ചെയ്തത്. വിഷയം ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഹോട്ടലുകളിൽ ഭക്ഷണം പരിശോധിക്കാനുള്ള അധികാരം ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കാണെന്നും സംഘടനാ ഭാരവാഹികളെ മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ വാക്ക് മുഖവിലക്കെടുക്കാതെയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നിയമവിരുദ്ധ പ്രവർത്തനം തുടരുന്നത്. ഒരു മാനദണ്ഡങ്ങളോ ലൈസൻസോ ഇല്ലാതെ താഴെച്ചുവ മുതൽ ചാല ബൈപ്പാസ് വരെയുള്ള പയ്യാമലം ശ്മശാനം മുതൽ പള്ളിയാമൂല വരെ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന വഴിയോര ഭക്ഷണ കേന്ദ്രങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നും ഇവർ ആരോപിച്ചു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മേയർക്കും സെക്രട്ടറിക്കും പരാതി നൽകുമെന്നും സെക്രട്ടറി KN ഭൂപേഷ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് CK പ്രകാശ്, ഭാരവാഹികളായ ഷിഹാബുദ്ദീൻ VP, അബ്ദുൽ ഖാദർ, P സുമേഷ് എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.